ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഇനി നമ്മൾ പല കാര്യങ്ങളും നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഒരു ഫൗണ്ടറെക്കുറിച്ചും അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെക്കുറിച്ചും ഇതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിനുവേണ്ടി സമയം നമ്മൾ ചെലവഴിക്കാൻ പോകുന്നില്ല. നമ്മളുടെ മെയിൻ സബ്ജക്റ്റ് വന്ന് ഭൂമിയെ സ്നേഹിക്കുക എന്നുള്ളതാണ്. എൻവയറമെൻറ്റിൽ പൊല്യൂഷൻ കുറയ്ക്കുക. പ്ലാസ്റ്റിക് തീർച്ചയായിട്ടും പ്ലാസ്റ്റിക് നമുക്ക് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ അനുസരിച്ച് പ്ലാസ്റ്റിക് അവോയ്ഡ് ചെയ്യുക. ശരി, പച്ച ഒരു കളർ മാത്രമല്ല. പച്ച എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഒരു കളർ മാത്രമല്ല. ഗ്രീൻ ഈസ് എ വേ ഓഫ് സീയിങ് ദ വേൾഡ് ആൻഡ് ഇൻട്രാക്ടിങ് വിത്ത് അതേഴ്സ് എന്നാണ് പറയുന്നത്. പച്ച കളർ വന്ന് നമ്മൾ കാണുന്ന ഭൂലോകത്തിനെ കാണുന്ന രീതിയും മറ്റുള്ളവരുമായിട്ട് പരിചയപ്പെടുന്നതും ആണ് പച്ച എന്ന കളറിൻ്റെ ഉദ്ദേശം. പച്ച കളറിന് ഒരു പർപ്പസ് ഉണ്ട്, അതിനൊരു പർപ്പസ് ഉണ്ട്. അതുമാതിരി ലൈക്ക് കൺസേർവിങ് പ്രീഷ്യസ് റിസോഴ്സസ്, നമ്മുടെ ഭൂമിയിലുള്ള ഒരുപാട് റിസോഴ്സസ് സംരക്ഷിക്കുന്നതാണ്, കൺസർവ് ചെയ്യുന്നതാണ് പച്ച കളറ്. അതുമാതിരി സമയം, വെള്ളം, എനർജി, ലൈക്ക് ടൈം, വാട്ടർ ആൻഡ് എനർജി എന്ന് പറയുന്നത്. വെള്ളമായാലും പവറാണെങ്കിലും നമ്മുടെ സമയമാണെങ്കിലും നമ്മൾ സേവിക്കുന്നത് പച്ച കളറിലാണ്. കൂടാതെ പച്ച കളർ ലൈക്ക് ഡൂയിങ് ഗുഡ് ഫോർ അതേഴ്സ്. നമ്മൾ പച്ച കളർ എന്ത് ചെയ്യും വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ സഹായിക്കും, ലൈക്ക് ഡൂയിങ് ഗുഡ് ഫോർ അതേഴ്സ്. അതേമാതിരി ഗ്രീൻ ഈസ് ഹൂ വി ആർ ആൻഡ് വാട്ട് വി ഡു. പച്ച കളർ എന്ത് പറയുന്നു? ഹൂ വി ആർ, നമ്മൾ ആരാണ്, നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതാണ് ഒരു പച്ച കളറിനെ സംബന്ധിച്ചോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്. 5 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാണ്ട് ഇരിക്കുന്നത്. റെഫ്യൂസ്, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ദയവ് ചെയ്ത് പർച്ചേസ് ചെയ്യല്ലേ. പർച്ചേസ് ചെയ്ത സാധനം വീട്ടിൽ അത് റീയൂസ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് റീയൂസ് ചെയ്യാൻ ശ്രമിക്കണം. അതിൻ്റെ അർത്ഥം അത് റിപ്പയർ ചെയ്ത് പെട്ടെന്ന് എടുത്തത് കളയാതെ അതിനെടുത്ത് റീയൂസ് ചെയ്യാനുള്ള പണി ചെയ്യാൻ, വല്ല റിപ്പയറുകൾ കൊടുത്ത് അത് റിപ്പയർ ചെയ്ത് റീയൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊടുത്ത് അവരോട് റിപ്പയർ ചെയ്ത് അത് റീയൂസ് ചെയ്യാൻ പറയണം. അതല്ലാതെ അത് വേസ്റ്റായിട്ട് നമ്മൾ തള്ളി അത് ലാൻഡ് ഫിൽസിൽ പോയി പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. റെഡ്യൂസ്, നിങ്ങൾ വാങ്ങിക്കുന്ന ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വാങ്ങിക്കാൻ പാടില്ല. അത് റെഡ്യൂസ് ചെയ്യണം. നമ്മൾ പർച്ചേസിൻ്റെ റെഡ്യൂസ് ചെയ്യാൻ നോക്കണം. ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കുക, ആവശ്യമില്ലെങ്കിൽ അത് വേണ്ട എന്ന് വയ്ക്കാനുള്ള മനസ്സ് നമുക്ക് തീർച്ചയായിട്ടും വേണം. റീപർപ്പസ്, നമ്മൾ ഉള്ളൊരു സാധനം മറ്റൊരു പർപ്പസിന് വേണ്ടി അത് ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കണം. അതുമാതിരി റീസൈക്കിൾ ലൈക്ക് നമുക്ക് എന്തെല്ലാം റീസൈക്കിൾ ചെയ്യാൻ പറ്റും, ആ ഐറ്റംസ് എല്ലാമേ നമ്മൾ റീസൈക്കിൾ ചെയ്യാൻ നോക്കണം. സോ റീഫ്യൂസ്, റീയൂസ്, റെഡ്യൂസ് ആൻഡ് റീപർപ്പസ് ആൻഡ് റീസൈക്കിൾ. ഈ 5 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ ലൈഫിനെ ഗോ ഗ്രീനായി മാറ്റാൻ ശ്രമിക്കുക.